കാസർഗോഡ് കാഞ്ഞങ്ങാട് വൻതോതിൽ വനഭൂമി കയ്യേറിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. വനാതിർത്തിയിലുള്ള തോട്ടത്തിലേക്ക് വെള്ളമെത്തിക്കാനായി വനത്തിനുള്ളിൽ കുളം കുഴിക്കുകയും പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഭൂമി കയ്യേറ്റത്തിൽ 2 എസ്റ്റേറ്റ് മാനേജർമാരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉത്തരമേഖല CCF-നോട് വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. കാഞ്ഞങ്ങാട് റേഞ്ചിലെ മരുതോം സെക്ഷനിൽ വൻതോതിൽ വനഭൂമി കയ്യേറിയതായാണ് വനം ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. വനാതിർത്തിയിലുള്ള തോട്ടത്തിലേക്ക് വെള്ളമെത്തിക്കാനായി വനത്തിനുള്ളിൽ 3 കുളങ്ങൾ നിർമ്മിക്കുകയും 5 കിലോമീറ്റർ ദൂരം ഭൂമി കുഴിച്ച് 1.5 ഇഞ്ച് വലുപ്പമുള്ള PVC പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിരവധി മരങ്ങൾ മുറിച്ചുകൊണ്ടുള്ള പൈപ്പിടലിന് 2 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടെന്നും കുടിവെള്ളമില്ലാതെ വന്യജീവികൾ കാടിന് പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തോട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ആദ്യ കുളം. 3 മീറ്റർ വ്യാസത്തിലും 10 അടി ആഴത്തിലും നിർമ്മിച്ച കുളത്തിൽ വന്യമൃഗങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. 5 കിലോമീറ്റർ അകലെ ഇതേ വിസ്താരത്തിൽ 2 കുളങ്ങൾ കൂടി കുഴിച്ചിട്ടുണ്ട്. 3 കുളങ്ങളിൽ നിന്നായാണ് 5 പൈപ്പുകൾ ഭൂമിക്കടിയിലൂടെ തോട്ടം വരെ എത്തിച്ചിരിക്കുന്നത്. തോട്ടത്തിൽ വലിയ കുളം നിർമ്മിച്ച് വെള്ളം അവിടെ ശേഖരിക്കുകയും ചെയ്യുന്നു. വനത്തിലെ കുളത്തിന്റെ അടിഭാഗത്താണ് പൈപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പുറമെ നിന്ന് ഇത് കാണാനാവില്ല. തോട്ടത്തിലെ തൊഴിലാളികൾ ഇടയ്ക്കിടെ വനത്തിനുള്ളിൽ പ്രവേശിച്ച് കിണർ വൃത്തിയാക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകിയതോടെ എസ്റ്റേറ്റ് മാനേജർമാരായ 2 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉത്തരമേഖല CCF-നോട് റിപ്പോർട്ട് തേടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. അവർ തന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇങ്ങനെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് കൊണ്ടുപോകുന്ന നടപടി അവിടെ നടക്കുന്നുണ്ട്. അത് ജനുവരിയിൽ അവർ പരിശോധന നടത്തിയപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പം വീണ്ടും ഈ സംഭവം ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്ന് അതിനെ പരിശോധിക്കാൻ ആളുകളെ നിയോഗിക്കാമെന്നാണ് ഉത്തരമേഖല CCF ദീപ മാഡം എന്നോട് പറഞ്ഞത്. വനഭൂമി കയ്യേറാൻ ഉദ്യോഗസ്ഥ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും വനം ഇന്റലിജൻസ് കണ്ടെത്തി. ഉത്തരമേഖല CCF-ന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനാണ് സാധ്യത. 24 കാസർഗോഡ്.